ഖത്തർ വേദിയാകുന്ന ഫിഫ അറബ് കപ്പിൽ ഫലസ്തീന് വീരോചിത സമനില. ട്യൂണീഷ്യക്കെതിരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ഫലസ്തീൻ സമനില പിടിച്ചുവാങ്ങിയത്. ആതിഥേയരായ ഖത്തറും സിറിയയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. അബ്ബാസ് മുഹമ്മദ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അബ്ബാസി പറഞ്ഞതുപോലെ തന്നെ ട്യൂണീഷ്യ സമനിലയിൽ തളച്ചിരിക്കുകയാണ്. ഫലസ്തീൻ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? ഒപ്പം ഖത്തർ സിറിയ മത്സരം പുരോഗമിക്കുകയാണ്. ഈ മത്സരം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അബ്ബാസ്. അനീഷ, വീരോചിതം എന്നൊക്കെ പറയാറില്ലേ, ഇതുപോലെയുള്ളൊരു പെർഫോമൻസ് ആണ് ഇന്ന് ഫലസ്തീൻ്റേതുണ്ടായിരുന്നത്. അഥവാ ആദ്യ മത്സരത്തിൽ ഖത്തറിനെതിരെ നേടിയ ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ വിജയം അതൊരു വൺ ടൈം വണ്ടർ അല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫലസ്തീൻ്റെ പോരാട്ടം. ശക്തരായ തുനീഷ്യക്കെതിരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ഫലസ്തീൻ 2 ഗോൾ തിരിച്ചടിച്ച് സമനില പാലിക്കുന്നത്. ഇവിടെ കാണുന്നത് ഇപ്പോൾ ഫലസ്തീൻ ആരാധകരുടെ വിജയാഘോഷം പോലെയുള്ള ആഘോഷം തന്നെയാണ്. അഥവാ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 16-ാം മിനിറ്റിലും അതുപോലെ 51-ാം മിനിറ്റിലും ട്യൂണീഷ്യ ഗോൾ നേടുന്നു. തോൽക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഫലസ്തീൻ രണ്ടാം സെഷനിൽ കളിയുടെ 2ാം പാതിയിൽ തിരിച്ചടിക്കുന്നു. 61-ാമത്തെ മിനിറ്റിൽ ഹാമിദ് അംദാനിൻ്റെ തകർപ്പൻ ഇടങ്കാരൻ വോളിയിലൂടെ അവർ ഗോൾ കണ്ടെത്തുന്നു. തൊട്ടു പിന്നാലെ 85-ാം മിനിറ്റിൽ കളി അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ശേഷിക്കെ തുനീഷ്യൻ പ്രതിരോധത്തിൻ്റെ എതിർ ഡിഫൻഡർമാർ ക്ലിയർ ചെയ്തൊരു പന്തെടുത്ത് തകർപ്പൻ വലങ്കാലി അടിയിലൂടെ സെയ്ദ് കുൻബർ എന്ന് പറയുന്ന ഫലസ്തീൻ്റെ താരം സ്കോർ ചെയ്യുന്നു. ഇതോടെ 2-2 എന്ന രീതിയിലേക്ക് കളി മാറുന്നു. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിൽ 89-ാമത്തെ മിനിറ്റിൽ അവസാനത്തെ മിനിറ്റിൽ ക്ലോസ് റേഞ്ചിൽ നിന്ന് തുനീഷ്യൻ താരമെടുത്ത ഒരു കിക്ക് ഫലസ്തീൻ ഗോൾ കീപ്പർ തട്ടിയകറ്റുന്നു. അദ്ദേഹം കളിയിലെ ഹീറോ ആയി മാറുന്നു. ഇങ്ങനെ ഫലസ്തീൻ ഇന്നത്തെ കളിയിൽ വീരോചിതമായി തോൽക്കാൻ മനസ്സില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി സമനില പിടിച്ചു വാങ്ങുന്നു. ഇതിൻ്റെ വിജയാഘോഷമാണ് ഇവിടെ ഇപ്പോൾ. ഇത് വിജയാഘോഷം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും വിജയത്തിന് സമാനമായ സമനില, ഈ സമനിലയുടെ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഫലസ്തീൻ ആരാധകർ നമ്മുടെ കൂടെ ഫലസ്തീൻ്റെ പതാക അണിഞ്ഞു. هذا سوداني فوق سوداننا فوق شوف هذا السودان فوق സുഡാന്റെ ആരാധകരാണ്. ഇന്നലെ സുഡാന്റെ കളി ഉണ്ടായിരുന്നു. സുഡാന്റെ ആരാധകരാണ്. പക്ഷെ ഇവർ അണിഞ്ഞിരിക്കുന്നത് പലസ്തീന്റെ പതാകയാണ്. പലസ്തീന്റെ പതാക പുതച്ചിരിക്കുന്നു. Do you watch the game today? فلسطين سودان سيم كلر. I am in Sudan. بس قدام بل. ഓക്കെ, ഇവിടെ മലയാളികൾ അടക്കമുള്ള ആളുകളുണ്ട്. ഇവിടെ മലയാളികൾ കാസർഗോട്ടുകാരായിട്ടുള്ള, കണ്ണൂർക്കാരായിട്ടുള്ള, തൃശ്ശൂരുള്ള ഒരുപാട് ആളുകളൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടുത്തെ ആവേശം? അടിപൊളിയാണ്, ഉഷാറാണ്. സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പിന് 2022 അതേ ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ സൂക്കിലേക്ക് എത്തുമ്പോൾ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മൾ സൂക്കിലെത്തുമ്പോൾ സൂപ്പറായിരിക്കും. എന്ത് ആഘോഷങ്ങൾ നാട്ടിലെവിടെയാ? നാട്ടിൽ കാസർഗോഡാണ്. ആണല്ലേ? ഇതിവിടെ മാത്രമേ, ഖത്തറിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ? അതെ, ഈ ആഘോഷം ഖത്തറിൽ മാത്രമേ കിട്ടുള്ളൂ. അടിപൊളിയാണ്, എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാൻ പറ്റും, സൂപ്പറായിരിക്കും. അപ്പോൾ ഫലസ്തീൻ കാണികൾ നമുക്ക് കാണാവുന്നതുപോലെ ഇവിടെ വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൂക്ക് വാക്കിൽ നിറയെ ആളുകളാണ്. ഹലോ, ഹൗ ആർ യു? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട്? നല്ല രസം. എല്ലാവരും ഒരൊറ്റ വാക്കിലാണ് നല്ല രസമുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഗസയിലെ സംഘർഷങ്ങൾ നമുക്കറിയാം. ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്നത്തെ ഒരു മത്സരത്തിൽ സമനില കൈവരിച്ചതോടുകൂടെ ഈ ടൂർണമെൻറ്റിലെ 4 പോയിന്റുമായി അവർ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യൻ പട്ടത്തിലേക്ക് വരികയാണ്. അടുത്ത സ്റ്റേജിലേക്ക്, നോക്കൗട്ട് സ്റ്റേജിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും വിജയത്തോളം മധുരതരമായ ഒരു സമനിലയാണ് ഇന്ന് ഫലസ്തീന് ആദ്യ മത്സരത്തിൽ ലുസൈൽ സ്റ്റേഡിയത്തിലെ കാണികൾക്ക് മുമ്പിൽ നേടിയത്. 2ാമത്തെ മത്സരം പുരോഗമിക്കുകയാണ്. ഖത്തറിന്റെ മത്സരം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബാക്കിലൊക്കെ പിന്നിലൊക്കെ നമുക്ക് കാണാം. ഇത്